2026 അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റ് 2.8% വർദ്ധിക്കുന്നത് സുപ്രധാന മാറ്റമാണ്. ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവിന്റെയും പ്രതിമാസ പേയ്മെന്റിൽ ഏകദേശം $56 വർധനവാണ് ഉണ്ടാകുക. പണപ്പെരുപ്പം അടിസ്ഥാനമാക്കിയുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് അഡ്ജസ്റ്റ്മെന്റ് 2025 2.5% നിന്ന് 2.8% ഉയരുന്നത് അമേരിക്കയിലെ ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവിനും അല്പമെങ്കിലും ആശ്വാസകരമാണ്. 2026 ഓരോ സോഷ്യൽ സെക്യൂരിറ്റി ഗുണഭോക്താവും അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില മാറ്റങ്ങൾ കൂടിയുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2026 നികുതിയിൽ വരുന്ന മാറ്റങ്ങൾ അമേരിക്കൻ പൗരന്മാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യമാണ്. മുതിർന്ന പൗരന്മാർക്ക് $6000 നികുതി ഇളവ് ലഭിക്കും. ഇത് പലരുടെയും ഫെഡറൽ നികുതി ഒഴിവാക്കാൻ സഹായിക്കും. 2025 ഡിസംബർ 25 മുതൽ സോഷ്യൽ സെക്യൂരിറ്റി സ്റ്റേറ്റ്മെന്റുകൾ ഓൺലൈനിൽ ലഭ്യമാകും. അതായത് മൈ സോഷ്യൽ സെക്യൂരിറ്റി അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് US പൗരന്മാർക്കും സ്ഥിര താമസക്കാർക്കുമുള്ള SSA 1099 ഫോമും സ്ഥിര താമസക്കാരല്ലാത്തവർക്കുള്ള SSA 1042S ഫോമും ഡൗൺലോഡ് ചെയ്ത് 2025 സോഷ്യൽ സെക്യൂരിറ്റിയുടെ എത്ര വരുമാനം നേടിയെന്ന് പരിശോധിക്കാം. കൂടാതെ നികുതി ഇനത്തിൽ എത്ര തുക അടയ്ക്കണമെന്നും അറിയാനാകും. ഡിസംബർ 26 മുതൽ ഇതേ വിവരങ്ങൾ അടങ്ങിയ പേപ്പർ കോപ്പികളും അയച്ചു തുടങ്ങും. എന്നാൽ ഇത് ഗുണഭോക്താവിന്റെ കൈകളിൽ എത്താൻ വൈകും. അതിനാൽ ഓൺലൈനായി തന്നെ വിവരങ്ങൾ പരിശോധിക്കാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം 65 വയസ്സിന് മുകളിലുള്ളവർക്ക് 2025 മുതൽ 2028 വരെ $6000 നികുതി ഇളവ് ലഭിക്കും. വിവാഹിതരായ ദമ്പതികൾക്ക് ഇത് $12000 വരെയാകാം. വ്യക്തിഗത വരുമാനം $75,000 ദമ്പതികൾക്ക് $150,000 താഴെയായിരിക്കണം. ഈ ഇളവ് എല്ലാവർക്കും ഒരുപോലെ ലഭിക്കും. ഇത് മിക്ക മുതിർന്ന നികുതിദായകരുടെയും നികുതി ബാധ്യത ഇല്ലാതാക്കുമെന്നാണ് വിദഗ്ധരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട്. ഇതുകൂടാതെ നിലവിലുള്ള നികുതി നിയമങ്ങൾ പ്രകാരം ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് $2000 വിവാഹിതരായ ദമ്പതികൾക്ക് $3200 അധിക ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2025 $15,750 ആയിരുന്ന സിംഗിൾ ഫയലർമാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2026 $16,100 ആകും. ദമ്പതികൾക്ക് $31,500 നിന്ന് $32,200 ആയും ഉയരും. നിങ്ങളുടെ നികുതി നൽകേണ്ട വരുമാനം കുറയ്ക്കുന്ന ഒരു നിശ്ചിത തുകയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതായത് നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറിച്ചുള്ള ആ ഭാഗത്തിന് നികുതി നൽകിയാൽ മതിയാകും. അതേസമയം പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ച സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട് പ്രകാരം 2.8 മില്യൺ ആളുകൾ മുൻപ് പെൻഷനിൽ നേരിട്ടിരുന്ന കുറവുകൾ പരിഹരിക്കപ്പെടും. സോഷ്യൽ സെക്യൂരിറ്റി ടാക്സ് നൽകാത്ത ജോലികളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവർക്ക് കൂടുതൽ തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. പങ്കാളികൾക്കും വിധവകൾക്കും ഇത് ഗുണം ചെയ്യും. 2024 ജനുവരി മുതലുള്ള കുടിശ്ശിക ഒരുമിച്ച് ലഭിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ വരുമാനം കൂടുമ്പോൾ നികുതിയും വർദ്ധിക്കാം. സോഷ്യൽ സെക്യൂരിറ്റി വരുമാനം നികുതി വിധേയമാകുന്നത് സംയോജിത വരുമാനം, അതായത് കമ്പൈൻഡ് ഇൻകത്തെ ആശ്രയിച്ചായിരിക്കും. പെൻഷൻ, പാർട്ട് ടൈം ജോലി, IRAയിൽ നിന്നുള്ള പണം, നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം സംയോജിത വരുമാനത്തിൽ ഉൾപ്പെടും. വ്യക്തികൾക്ക് $25,000 $34,000 ഇടയിൽ വരുമാനമുണ്ടെങ്കിൽ വരുമാനത്തിന്റെ 50% വരെ നികുതി നൽകേണ്ടി വരും. ദമ്പതികൾക്ക് $32,000 $44,000 ഇടയിൽ വരുമാനമുണ്ടെങ്കിൽ 50% വരെ നികുതി നൽകണം. വരുമാനം ഇതിലും കൂടുതലാണെങ്കിൽ 85% വരെ നികുതി നൽകേണ്ടി വരും. ഇനി ഡിസംബർ ജനുവരി മാസങ്ങളിലെ സോഷ്യൽ സെക്യൂരിറ്റി പേയ്മെന്റുകൾ എപ്പോൾ ലഭിക്കുമെന്ന് നോക്കാം. 11നും 20നും തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് ഡിസംബർ 17നും 21നും 31നും തീയതികൾക്കിടയിൽ ജനിച്ചവർക്ക് ഡിസംബർ 24നും സപ്ലിമെന്ററി സെക്യൂരിറ്റി ഇൻകം പേയ്മെന്റുകൾ ഡിസംബർ 31നും ലഭിക്കും. 1നും 10നും ഇടയിൽ ജനിച്ചവർക്ക് ജനുവരി 14നും 11നും 20നും ഇടയിൽ ജനിച്ചവർക്ക് ജനുവരി 21നും 21നും 31നും ഇടയിൽ ജനിച്ചവർക്ക് ജനുവരി 28നും സപ്ലിമെന്ററി സെക്യൂരിറ്റി ഇൻകം പേയ്മെന്റുകൾ ജനുവരി 30നും ലഭിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.